എന്ത് എവിടെ വന്നിരിക്കുന്നു? ഇരിക്കണമെന്ന് തോന്നി. ഇത് ആരുടെ മുറിയാന്നറിയാമല്ലോ. നിങ്ങളുടെ മുറിയല്ലല്ലോ. ഇത് നിത്യയുടെ മുറിയാ. അതെനിക്കറിയാം. ഞാൻ കല്യാണം കഴിക്കാതിരുന്ന കുട്ടിയാ നിത്യ. അറിയാം. അപ്പൊ ഈ മുറിയോടും നിത്യയുടെ സാധനങ്ങളോടും എന്തുമാത്രം അടുപ്പ് എനിക്കുണ്ടാവുമെന്ന് ഊഹിക്കാമല്ലോ. അതുകൊണ്ട് മേലെ ഇവിടെ വന്നിരിക്കരുത്. അത് പറയാൻ നിങ്ങളാരാ? ഞാൻ മനസ്സിലാക്കിയത് ശരിയാണെങ്കിൽ നിത്യ നിങ്ങളെ വിവാഹം കഴിക്കാൻ തയ്യാറല്ലായിരുന്നു. നിങ്ങളുടെ ക്യാരക്ടർ അവൾക്ക് ഇഷ്ടമല്ലായിരുന്നു. ആര് പറഞ്ഞു ഈ നുണയൊക്കെ? നിത്യക്ക് എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു. നുണ പറയുന്നോ? ഒന്നും അറിയാത്തൊരു പൊട്ടിയാണ് ഞാനെന്ന് വിചാരിക്കണ്ട. എനിക്കെല്ലാം അറിയാം. നിങ്ങൾ ആരാണെന്നും എന്താണെന്നും ഇതുവരെ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്നും എനിക്കറിയാം. അതൊക്കെ ദേവിക പറഞ്ഞതെന്നല്ലേ? എന്തിനാ ഇതൊക്കെ വിശ്വസിക്കുന്നത്? എനിക്കറിയാം. അല്ലാതെ തന്നെ അറിയാം. എൻ്റെ മുഖത്തേക്കൊന്ന് സൂക്ഷിച്ചു നോക്ക്. ഇതിനു മുൻപ് എവിടെയെങ്കിലും ഈ മുഖം കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇല്ലേ? ശരിക്കും നോക്ക്. കണ്ടിട്ടില്ലേ? നിന്നെ അവസാനിപ്പിക്കാൻ വേണ്ടി വന്നതാ ഞാൻ. എല്ലാം കഴിഞ്ഞു എന്ന് കരുതി സമാധാനിച്ചിരിക്കുകയല്ലേ? ഒന്നും കഴിഞ്ഞിട്ടില്ല, കഴിയുകയില്ല. എല്ലാം തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. നീ എന്ത് ഇങ്ങനെയൊക്കെ പറയുന്നേ? ഈ സ്വരം നീ ഇതിനു മുൻപ് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? നീ നിത്യയാണോ? നിത്യോ? ഞാൻ പ്രിയ. അപ്പോ നിത്യ ഇനിയും വരുമെന്ന് നീ വിചാരിക്കുന്നുണ്ടല്ലേ? അവളെങ്ങനെ വരാനാ? അവള് മരിച്ചില്ലേ? മരിച്ചവർക്ക് തിരിച്ചു വരാമല്ലോ. അതിനെയല്ലേ പ്രേതമെന്ന് വിളിക്കുന്നത്. എന്തായാലും അടുത്ത് തന്നെ നിത്യ നിങ്ങളെ തേടി വരും. എന്തിനാണെന്നറിയോ? എന്തിനാ? ഒന്നും കടം പറഞ്ഞ് ബാക്കി വെച്ചിട്ട് പോകുന്നത് ഇഷ്ടമല്ല നിത്യക്ക്. അതവള് തീർക്കുക തന്നെ ചെയ്യും. കടം വീട്ടാനുള്ളതാ.